പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് യൂട്യൂബിൽ 50,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 50,000 വലിയൊരു കാര്യം തന്നെയാണ്, വലിയൊരു സംഖ്യ തന്നെയാണ്. ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക്, ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഈ സപ്പോർട്ട് തന്നെയാണ് ആവശ്യം. ഇന്ന് ഞാൻ സാധാരണ ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല, മറിച്ച് ഞാൻ എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഒരു യൂട്യൂബ് സെറ്റപ്പ് വീഡിയോ. ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ഇന്നത്തെ 50K സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യൽ വീഡിയോയിലേക്ക്, സ്റ്റുഡിയോ സെറ്റപ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് വീട്ടിൽ വെച്ച് തന്നെ, വീട്ടിലെ ഈ ഹാളിൽ വെച്ചാണ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണുള്ളത്: പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ. ആദ്യമേ തന്നെ വേണ്ടത് ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വിഷയം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ഒരു സ്ക്രിപ്റ്റാണ്. ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻസ് വേണം. ഇൻഫർമേഷൻസ് വളരെ ആധികാരികമായ അല്ലെങ്കിൽ 100% കറക്റ്റാണ് എന്ന് ഉറപ്പുള്ള വെബ്സൈറ്റുകളിൽ നിന്നാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഗവൺമെൻറ് വെബ്സൈറ്റ്, നാസയുടെ വെബ്സൈറ്റ്, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ISRO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, പിന്നെ വിക്കിപീഡിയ, പിന്നെ ശാസ്ത്രജ്ഞന്മാരായ സ്റ്റീഫൻ ഹോക്കിംഗ്, ഡോക്ടർ സേഗൻ തുടങ്ങിയവരുടെ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലും വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാലുള്ള സ്ക്രിപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നോട്ട് പാഡിൽ ടൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 25ാമത്തെ എപ്പിസോഡാണ് ഏറ്റവും ലെന്ത് കൂടുതലുള്ള ഒരു എപ്പിസോഡ്, ഫാറ്റ് സയൻസിൻ്റെ. അത് പേപ്പറിൽ എഴുതിയെടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ സ്ക്രിപ്റ്റ് അതെനിക്ക് തോന്നുന്നു 30 പേജുള്ള ഒരു സ്ക്രിപ്റ്റായിരുന്നു. A4 സൈസ് ഷീറ്റിൽ 30 പേജുള്ള ഒരു സ്ക്രിപ്റ്റാണ് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ഞാൻ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിലാണ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമുള്ള കാര്യമാണ് അത് റെക്കോർഡ് ചെയ്യുന്നത്, വോയിസ് ഓവർ ചെയ്യുന്നത്. ആദ്യമൊക്കെ വോയിസ് ഓവർ ചെയ്യാൻ വളരെ പാടായിരുന്നു. കാരണം നമ്മളിങ്ങനെ പറയുന്ന രീതിയിലാണ് പറഞ്ഞങ്ങോട്ട് പോകുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് ഒരു കഥ പറയുന്ന പോലെ പറയുമ്പോൾ അക്ഷരസ്ഫുടത വരേണ്ടത് അനിവാര്യമാണ്. പക്ഷേ നമ്മൾ പല വാക്കുകളും അങ്ങനെ അല്ല പറയുന്നത് നിത്യജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ അത് പാടായിരുന്നു. പല വാക്കുകൾ ഞാൻ തെറ്റിച്ചായിരുന്നു പഴയ എപ്പിസോഡുകൾ പറഞ്ഞിട്ടുള്ളത്. അത് പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വോയിസ് റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് കയറ്റും. എഡിറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന അഡോബി പ്രീമിയർ പ്രോയാണ്. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട്, ചിലപ്പം വോളിയം കുറവായിരിക്കും, അത് വോളിയമൊക്കെ കൂട്ടിയിട്ടിട്ട് അത് ടൈം ലൈനിൽ സെറ്റ് ചെയ്യും. ഈ ടൈം ലൈനിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം കൊടുക്കും. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഞാൻ പലരും ചോദിച്ചിട്ടുണ്ട്, ഏത് ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കാറുള്ളതാണ്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് BGM, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പലരും വാട്സാപ്പിലൊക്കെ ചോദിക്കാറുണ്ട് ഇത് അയച്ചു കൊടുക്കാനായിട്ട്. പിന്നെ ഉള്ളതാണ് ഇത് മ്യൂസിക്കും ഈ വോയിസ് ഓവറും ഇട്ടതിന് ശേഷമാണ് ഇൻട്രോയും ഔട്ട്രോയും ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പം ഫാറ്റൻസിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത്, പിന്നെ ലാസ്റ്റ് താങ്ക് യു പറയുന്നത് ഷൂട്ട് ചെയ്യുന്നതിന് ശേഷമാണ്. എന്നിട്ട് ഈ ഷൂട്ട് ചെയ്തത് അവസാനം ആദ്യം കൂടി ഇത് വെക്കും. അതിനുശേഷം ഫാറ്റൻസിൻ്റെ ഇൻട്രോയും കൂടി വെച്ചിട്ട് പിന്നീടുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള സീൻസും വീഡിയോസും നമുക്ക് വേണം, ഫോട്ടോസൊക്കെ. പക്ഷെ ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്യൂബിൽ എല്ലാം കോപ്പി റൈറ്റഡ് ആണ്. നമുക്ക് മറ്റൊരാളുടെ വീഡിയോസോ അല്ലെങ്കിൽ മറ്റൊരാൾ ഗൂഗിളിൽ നിന്ന് തപ്പിയെടുക്കുന്ന വീഡിയോസോ ഒന്നും ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കോപ്പി റൈറ്റ് ഇല്ലാത്ത വീഡിയോസ് വേണം, അല്ലെങ്കിൽ ഫോട്ടോസും അങ്ങനത്തെ കാര്യങ്ങൾ വേണം ഇതിൻ്റെ അകത്ത് ഇടാനായിട്ട്. അപ്പം സ്റ്റോക്ക് ഫൂട്ടേജ് വെബ്സൈറ്റുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. സ്റ്റോക്ക് ഫൂട്ടേജ് വെബ്സൈറ്റുകളിൽ കോപ്പി റൈറ്റ് ഉണ്ടാകത്തില്ല. ചിലത് പെയ്ഡ് ആയിരിക്കും, ചിലത് ഫ്രീ ആയിരിക്കും. അങ്ങനെ നമ്മൾ മാച്ച് ചെയ്യുന്ന വീഡിയോസും ഫോട്ടോസും ഇതിലേക്ക് ആഡ് ചെയ്യും. ശേഷം ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ് ചെയ്തതിന് ശേഷം ഇത് റെൻഡർ ചെയ്ത് ഔട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷമാണ് അപ്ലോഡിങ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു വലിയ പ്രോസസ്സ്. എഡിറ്റിംഗ് പെട്ടെന്ന് തീരും, പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റിങ്ങും വോയിസ് ഓവറിങ്ങുമാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. മലയാളം യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതലുള്ളത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചാനൽസാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് കുക്കറി ചാനൽസ്, ട്രാവൽ ചാനൽസ്, ബ്യൂട്ടി ചാനൽസ്, DIY ചാനൽസ്, ഇങ്ങനെ ഒരുപാട് ചാനൽസ് ഉണ്ട് ഈ കാറ്റഗറിയിൽ. എന്നാൽ ഏറ്റവും കുറവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സയൻസ് ചാനൽസാണ്. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യാനായിട്ട് ആരും മുന്നോട്ട് അങ്ങനെ വരുന്നില്ല. ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സീരിയസ് ആയിട്ട് സയൻസ് കണ്ടൻറ്റ് ചെയ്യുന്നവരാരും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്.
പലരും എൻ്റെ ഈ ചാനൽ കണ്ടതിന് ശേഷം അവർ സയൻസ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. കാരണം ശാസ്ത്ര ചിന്താഗതിയുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരേണ്ടത് വളരെ അനിവാര്യമാണ്. യൂട്യൂബ് അതിന് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല സയൻസ് ചാനൽസ് അല്ലെങ്കിൽ നല്ല സയൻസ് കണ്ടന്റ് ചെയ്യാൻ മുന്നോട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഈ വീഡിയോയ്ക്ക് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. നല്ല സയൻസ് കണ്ടന്റ് ചെയ്താലും കാഴ്ചക്കാരും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെയും കിട്ടും എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, ഈ യൂട്യൂബിലേക്ക് സയൻസ് കണ്ടന്റ് ചെയ്യാൻ വരുന്നവർ. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല സയൻസ് കണ്ടന്റ് ചെയ്താൽ തീർച്ചയായിട്ടും വ്യൂവേഴ്സും ഉണ്ടാകും, സബ്സ്ക്രൈബേഴ്സും ഉണ്ടാകും. 24ാമത്തെ എപ്പിസോഡ് വരാൻ തോന്നുന്നു. ഞാൻ ഫുള്ള് മൊബൈലിലായിരുന്നു ഷൂട്ട് ചെയ്യേണ്ടിരുന്നത്. എൻ്റെ സാംസങ് J7 ഷൂട്ട് ചെയ്യേണ്ടിരുന്നത്. എഡിറ്റിങ് കമ്പ്യൂട്ടറിലുണ്ടായിരുന്നു, അഡോബി പ്രീമിയർ പ്രോയിലായിരുന്നു ചെയ്തിരുന്നത്. നല്ല സയൻസ് കണ്ടൻറ്റാണ്, അല്ലെങ്കിൽ എന്ത് കണ്ടൻറ്റ് ചെയ്താലും അതിൻ്റെ നമ്മൾ ചെയ്യുന്ന വിഷയമാണ് ഏറ്റവും പ്രാധാന്യം ഉള്ളത്. അതിന് ശേഷമാണ് വീഡിയോയും സൗണ്ടും വരുന്നത്. നിങ്ങൾക്ക് പഴയ വീഡിയോ നോക്കിയാൽ അറിയാൻ സാധിക്കും. പഴയ വീഡിയോസിൽ ഇത്രയും ക്വാളിറ്റി ഇല്ല. വീഡിയോ ആയാലും സൗണ്ട് ആയാലും ഇത്രയും ക്വാളിറ്റി അതിനില്ല. 26ാമത്തെ എപ്പിസോഡിന് ശേഷമാണ് ക്യാമറയിലേക്ക് മാറിയത്. അതുപോലെ മൈക്രോഫോണും മൊത്തം മാറ്റുക അതിന് ശേഷമാണ്. അതിന് മുൻപ് വരെ മൊബൈലായിരുന്നു ഷൂട്ട് ചെയ്യേണ്ടിരുന്നത്. ഞാൻ ഇവിടെ വെച്ചാണ് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത്. അതാണ് എൻ്റെ വീഡിയോ എഡിറ്റിംഗ് ഡെസ്ക്. ലാപ്ടോപ്പിലാണ് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നത്. ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു കീബോർഡും കൂടി വെച്ചിട്ടുണ്ട്, കീബോർഡും മൗസും. പിന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത് ഈ BM800 എന്ന് പറഞ്ഞ മൈക്ക് വെച്ചിട്ടാണ്. ഇതിൽ കൂടെയാണ് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ഞാൻ നേരത്തെ തന്നെ ഇവിടെ ഈ നോട്ട് പാഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് നോക്കിയിട്ടായിരിക്കും പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഴയ എപ്പിസോഡിന്റെ സ്ക്രിപ്റ്റ് ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്യുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ്. റേഡിയേഷൻ എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഹിരോഷിമ, നാഗസാക്കി, ചെർണോബിൽ ആണവ ദുരന്തം, റേഡിയോ ആക്റ്റീവ് മലിനീകരണം. ഓക്കെ, ഇങ്ങനെയാണ് അപ്പം സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിന് ശേഷം തെറ്റിപ്പോയെങ്കിൽ വീണ്ടും റെക്കോർഡ് ചെയ്യും. അതിനുശേഷം അത് കട്ട് ചെയ്ത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലേക്ക് കയറ്റിയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ തന്നെയാണ് എഡിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പം ഇതാണ് മൊത്തത്തിലുള്ള വീഡിയോ എഡിറ്റിംഗ് സെറ്റപ്പ്. എൻ്റെ റൂമിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ 50,000 സബ്സ്ക്രൈബേഴ്സിന്റെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഓക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരേക്കും